ബഹുമാന്യരായ ദേശനിവാസികളെ, പ്രിയമുള്ളവരെ, അല്പസമയം ഇന്ന് നമ്മുടെ കേരളത്തിൽ മയക്കുമരുന്നിന്റെ വ്യാപനം അതിരൂക്ഷമായിരിക്കുന്നു എന്ന പത്രങ്ങളിൽ കൂടിയൊക്കെ നമുക്കറിയുവാൻ കഴിയുന്നുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന് ഏറ്റവും അധികം ദോഷം ചെയ്യുന്ന ഒന്നാണ്. കഴിയുന്നതും അത് ഉപയോഗിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കും. നമ്മളുടെ ഓരോരുത്തരുടെയും അറിവിൽ ആ വിപത്തിലേക്ക് വീണ് നശിച്ചു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. കാരണം ആ വിപത്തിലേക്ക് വീണു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ ഭാവി തന്നെ നഷ്ടമായി പോകുന്ന അവസ്ഥയാണ് എന്നുള്ളത് നമുക്ക് അറിയുവാൻ കഴിയും. അപ്പോൾ നമ്മുടെ നിയമത്തിനോട് ചേർന്ന് നമ്മുടെ സംസ്ഥാനത്തിൻ്റേത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അത്തരം ആപത്തുകളിൽ അറിവില്ലാതെ ചെന്ന് പെട്ടുപോയി ഭാവി നഷ്ടപ്പെട്ടു പോകുന്ന അനേക യുവാക്കളും കൊച്ചുകുട്ടികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. 12 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ബാലൻ പൂർണ്ണമായും മയക്കുമരുന്നിന് അടിമയായി തീർന്നിരിക്കുന്നു എന്നുള്ളത്. അപ്പോഴതൊക്കെ ഒരു കുടുംബത്തിന്റെ തകർച്ചയെ നമുക്ക് കാണുവാൻ കഴിയും. അത്തരം കാര്യങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുവാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ദൈവം മാനസാന്തരം കൊടുക്കട്ടെ, വലിയ ലാഭമുള്ള മറ്റ് ഏതെങ്കിലും ബിസിനസ്സിലേക്ക് അവർ തിരിയട്ടെ, അവരുടെ മക്കൾക്ക് തന്നെയാണ് അവരിത് നൽകുന്നതെന്ന് ഉള്ള ഒരു നല്ല ബോധം ദൈവം അവർക്ക് കൊടുക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുവാൻ നമ്മൾ തയ്യാറാണ്. അതിന് തിരുവെഴുത്തുകളിൻ പ്രകാരം ഞാൻ പറയുന്നത്, ബൈബിളിൽ പ്രകാരം ഞാൻ പറയുന്നത്, ബൈബിളിൽ ചില സ്ഥലത്ത് സുബോധം നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ പറ്റി പറയുന്നു. സുബോധം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ ചെറുപ്പക്കാരനായിരിക്കും. അപ്പന്റെ കയ്യിൽ നിന്ന് തനിക്ക് ലഭിക്കുവാനുള്ള സകല അവകാശങ്ങളും കണക്ക് പറഞ്ഞ് വാങ്ങിച്ചിട്ട് തനിച്ച് ദൂരദേശത്തേക്ക് പോയി സുഖമായി ജീവിച്ചു എന്നാണ് തിരുവെഴുത്തിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവന്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ടായിരുന്ന സമയത്ത് അവന് അനേക കൂട്ടുകാർ അപരിചിതമായ ആ സ്ഥലത്ത് അവനുണ്ടായിരുന്നു. എന്നാൽ അവന്റെ സമ്പത്ത് ഓരോ ദിവസവും തീർന്നു പോയിക്കൊണ്ടിരിക്കുന്നതായി അവൻ കണക്ക് കൂട്ടിയില്ല. ഒടുവിൽ അവന്റെ സമ്പത്തെല്ലാം തീർന്ന് അവന്റെ കൂട്ടുകാരൊക്കെയും അവനെ ഉപേക്ഷിച്ചു പോയി. അവന് ജോലി ചെയ്യുവാൻ യാതൊരു ജോലിയും അവന് ലഭിച്ചില്ല. അവന്റെ വിശപ്പടക്കുവാൻ ഒരു വഴിയും അവന്റെ മുന്നിൽ തെളിഞ്ഞില്ല. അവനൊരു പുതിയ വസ്ത്രമില്ല. എല്ലാം നശിച്ച ഒരവസ്ഥയിൽ കൂടി അവൻ കടന്നു പോയപ്പോഴാണ് അവൻ അപ്പന്റെ വീടിനെ പറ്റി ഓർക്കുവാൻ ഇടയായിത്തീർന്നു. അപ്പന്റെ വീടിനെ കുറിച്ച് അവൻ ഓർക്കുമ്പോൾ അപ്പന്റെ വീട്ടിൽ ധാരാളം ജോലിക്കാരുണ്ട്. അവരൊക്കെ നല്ല രുചികരമായ ഭക്ഷണം കഴിച്ച് അത് ശേഷിപ്പിക്കുന്നു. അതുപോലെ അവർക്ക് സമൃദ്ധമായി ജീവിക്കുവാനുള്ള എല്ലാ വകയും അപ്പന്റെ വീട്ടിൽ ഉണ്ട്. എന്നാൽ അവൻ അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുവാൻ ആഗ്രഹിച്ചു. അവൻ അപ്പന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അപ്പോഴവൻ അവന്റെ ഓഹരി മുഴുവൻ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ അവന് സുബോധമില്ലാത്തവനാണ്. സുബോധമുള്ളവനാണെങ്കിൽ അപ്പന്റെ കയ്യിലുള്ള സമ്പത്ത് അവൻ അവകാശപ്പെട്ടതാണ്.
അതെപ്പോൾ വേണമെങ്കിലും ഏത് രീതിയിലും അവനെ ഉപയോഗിക്കാം, അവന് സുഖസമൃദ്ധമായി ജീവിക്കാം. എന്നാൽ സുബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുന്നതിനെ പറ്റിയാണ് ആദ്യം സംസാരിച്ചത്. അവരുടെ അവസാനം നാശം തന്നെയാണ്. അതിൽ നിന്ന് അവരെ ഒന്ന് സ്വതന്ത്രരാക്കുവാൻ മനുഷ്യൻ എത്രമാത്രം പ്രയത്നം ആവശ്യമാണ്. അവരെ ചില വർഷങ്ങളോളം അവരാ അവസ്ഥയിൽ തുടർന്നാൽ അവരുടെ ഭാവി പിന്നെ എന്താകും? അവർക്ക് ഒരു വിദ്യാഭ്യാസം ചെയ്യുവാൻ കഴിയുകയില്ല. അവർക്ക് മറ്റാരുമായി ഒരു ബന്ധവും സ്ഥാപിക്കുവാൻ കഴിയുകയില്ല. കാരണം സുബോധമില്ലാത്ത അവസ്ഥ. എന്നാൽ ഇവിടെ സകലവും നശിപ്പിച്ച ഈ ചെറുപ്പക്കാരൻ തിരിച്ച് അപ്പന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അപ്പനവനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവനെ സ്നേഹിക്കുകയും അപ്പന്റെ വീട്ടിലെ ജോലിക്കാരെ കൊണ്ട് അവനെ കുളിപ്പിച്ച് അവന് പുതിയ വസ്ത്രം കൊടുത്ത് അവന്റെ കയ്യിൽ മോതിരമൊക്കെ അണിയിച്ച് അവന്റെ വീട്ടിലൊരു വലിയ സദ്യ ഒരുക്കി. കാരണം നഷ്ടപ്പെട്ടുപോയ ഒരു മകൻ തിരിച്ച് അപ്പന് ലഭിച്ചതിൻ്റെതായ സന്തോഷമാണ് പിന്നെ ആ വീട്ടിൽ കാണുവാൻ ഇടയായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളെ ഒരിക്കലും നാം പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അവർ നശിച്ചാൽ അതിന്റെ നഷ്ടം ആ കുടുംബത്തിന്. അവനെക്കുറിച്ച് അവർക്ക് പല ആഗ്രഹങ്ങളുമുണ്ട്. അതെല്ലാം സഫലമാക്കാതെ ഒരു നിത്യമായ വേദനയിലേക്ക് തള്ളപ്പെടുന്ന ഒരവസ്ഥ. എന്നാൽ യേശു പറയുന്നത് അപ്രകാരമൊന്നുമല്ല. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും. ദൈവമായ കർത്താവ് ഒരുക്കുന്ന വഴിയിൽ കൂടി നാം യാത്ര ചെയ്യുന്നുവെങ്കിൽ, നാം നടക്കുന്നുവെങ്കിൽ, ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ നല്ല ഉപദേശം നാം ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവെങ്കിൽ, ആ ഉപദേശം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ, നമ്മുടെ ജീവിത മേഖലകളിൽ നമുക്ക് അജയ്യരായി മുന്നേറുവാൻ കഴിയും. ഇത്തരം ശത്രു ഒരുക്കുന്നതായ കെണിയൊക്കെയും തകർത്തുകൊണ്ട് അതിനെയൊക്കെയും ജയിക്കുവാനുള്ള ഒരു ശക്തി ദൈവത്തിന് നമുക്ക് നൽകുവാൻ കഴിയും. അതിനുവേണ്ടിയാണ് പ്രിയമുള്ളവരെ 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ ജനിച്ചതും മനുഷ്യരുടെ ഇടയിൽ കൂടി 33.5 വയസ്സുവരെ നടക്കുകയും മാനവരാശിയുടെ മുഴുവൻ ആത്മാവിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ വീണ്ടും വരും. യേശു പോയതിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഭൂമിയിലായിരിക്കുന്ന നമ്മൾ അനേക കഷ്ടതകളും പ്രതികൂലങ്ങളും രോഗവും ദുഃഖവും എല്ലാം സഹിച്ച് എപ്രകാരമെങ്കിലും ഇവിടുത്തെ ജീവിതമൊന്ന് അവസാനിപ്പിക്കുവാൻ കാത്തിരിക്കുന്നവരാണ്. പലരുടെയും അവസ്ഥയതാണ്. എന്നാൽ യേശു പോയിരിക്കുന്നത് നമുക്ക് സ്ഥലമൊരുക്കുവാനാണ്. കഷ്ടതകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, രോഗമില്ലാത്ത, വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകാത്ത ഒരു നിത്യരാജ്യം. ആ നിത്യരാജ്യം ഒരുക്കുവാൻ വേണ്ടിയാണ് യേശു ഇവിടെ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ആ യേശു കർത്താവിനെയും വീണ്ടും വരും. പ്രിയമുള്ളവരെ, ആ വരവ് വെറുതെയല്ല. യേശുവിനെ രക്ഷകനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച, മരിച്ചടക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ജീവിച്ചിരിക്കുന്ന ഓരോ മനുഷ്യനെയും ചേർത്ത് ആ നിത്യമായ ഭവനത്തിൽ തന്നോട് കൂടെ ആയിരിക്കുവാനാണ് കർത്താവായ യേശു വീണ്ടും വരുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം ഒരു മനുഷ്യന്റെ ജീവിതം ഏറ്റവും സന്തോഷപ്രദമായി
ഏറ്റവും നല്ല പ്രത്യാശയുള്ള ഒരു ജീവിതം നയിക്കുവാൻ വെളിച്ചമായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുകയും ദൈവമൊരുക്കുന്നതായ വെളിച്ചത്തിൽ കൂടി നാം നടക്കുകയും ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് മഹത്തരമായ ആ വലിയ പ്രത്യാശ ഉള്ളവരായി മുൻപോട്ട് പോകുക. കാരണം ഇവിടെ നാം മരിക്കും. ഇവിടെ നാം മരിക്കുന്നത് നമ്മൾ അശുദ്ധരായത് കാരണം. പഴയ നിയമം പഠിക്കുമ്പോൾ ന്യായപ്രമാണത്തെ പറ്റി പറയുന്നു, അതായത് 10 കൽപ്പന. ഈ ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കുവാൻ ഒരു മനുഷ്യനും കഴിയുന്നില്ല. 9 കൽപ്പനകൾ പ്രമാണിച്ചു, ഒരു കൽപ്പനയിൽ അവൻ തെറ്റിപ്പോയപ്പോൾ ആദ്യം അവൻ പ്രമാണിച്ചു പോന്ന 9 കൽപ്പനകളും തെറ്റിയിരിക്കുന്നു. എന്നാൽ പ്രിയമുള്ളവര്, സകല മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട് നന്നായി ജീവിക്കണം, നല്ലവരായി തന്നെ ഈ സമൂഹത്തിൽ തുടരണം, അനേകർക്ക് നല്ല ഉപകാരങ്ങൾ ചെയ്യണം, നല്ല ഉപദേശങ്ങൾ കൊടുക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും നാം പ്രവർത്തിച്ചു വരുമ്പോൾ, നാം സംസാരിച്ചു വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് ദോഷമായി തീരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ എന്ന് ചോദിച്ചെന്നാൽ ഇതാണ്: ന്യായപ്രമാണം അനുസരിക്കണമെന്ന് ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മനുഷ്യൻ പാപിയായത് കാരണം അവന് ന്യായപ്രമാണം അനുസരിക്കുവാൻ കഴിയുന്നില്ല, ദൈവത്തെ അനുസരിക്കുവാൻ കഴിയുന്നില്ല, ദൈവകൽപ്പനയെ അനുസരിക്കുവാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ദൈവം വെളിച്ചമായ ദൈവത്തിന്റെ എതിർവശത്തേക്ക്, എതിർദിശയിലേക്ക് നാം യാത്ര ചെയ്യുന്നത് അതിരുട്ടിൽ കൂടിയാണ്, അന്ധകാരത്തിൽ കൂടിയാണ്. അന്ധകാര ശക്തിയാണ് പിന്നെ നമ്മെ നിയന്ത്രിക്കുന്നത്. അന്ധകാര ശക്തികൾ നമ്മെ നിയന്ത്രിക്കുമ്പോൾ ഒരിക്കലും നാം സുരക്ഷിതരല്ല. കാരണം ആ ശക്തിക്ക് നമ്മെ എപ്രകാരമെങ്കിലും ഒന്ന് നശിപ്പിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അനേകർ ഇവിടെയുണ്ട്, എന്നെ നശിപ്പിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എന്നെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതിനായ സാഹചര്യങ്ങൾ ഒരുക്കി എന്നെ അതിൽ വീഴ്ത്തിയതിനു ശേഷം അടുത്തതിലേക്ക് കടന്നു പോകുകയാണ്. അപ്പോൾ അദ്ദേഹം വൃഥാ ഇങ്ങനെ അധ്വാനിച്ചു കൊണ്ടിരിക്കുകയാണ്, ഓരോ മനുഷ്യരെയും നശിപ്പിച്ച് ഇല്ലാതെയാക്കുക. എന്നാൽ അതിനു വേണ്ടിയാണ്, അത് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ദൈവം വെളിച്ചമാണെന്നും ആ വെളിച്ചത്തെ നാം വിശ്വസിക്കുകയും കാണുകയും ആ വെളിച്ചത്തിൽ കൂടി നാം ജീവിക്കുകയും ചെയ്യുമ്പോൾ ഒരു ഇരുട്ടിന്റെ ശക്തിക്കും നമ്മളെ കീഴടക്കുവാൻ കഴിയുകയില്ല. നാം ജയിക്കുന്നത് അതിന് കാരണം ദൈവം തന്നെയാണ്, പ്രസംഗിക്കുന്ന യേശു കർത്താവ് തന്നെ ആണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിലാണ് പറയുന്നത്: ഞാൻ വഴിയും സത്യവും ജീവനുമാണ്, ഞാൻ ഒരുക്കിയിരിക്കുന്ന വഴി. ഇപ്പോൾ നമുക്ക് പഠിക്കുവാൻ കഴിയും, മനസ്സിലാക്കുവാൻ കഴിയും. ഉന്നത വിദ്യാഭ്യാസങ്ങൾ ചെയ്യുന്ന അനേക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, അനേക ആയിരങ്ങളാണ് ഓരോ ദിവസവും അവിടെ പഠനത്തിനായി കടന്നു പോകുന്നത്. എന്നാൽ അവരിൽ ചിലരൊക്കെ വഴിതെറ്റി നശിച്ചു പോകുമ്പോൾ ഒരു കുടുംബം മുഴുവനാണ് നശിച്ചു പോകുന്നത്. കാരണം അവരിലാണ് മാതാപിതാക്കളും സഹോദരങ്ങളും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഒരു രക്ഷ പ്രാപിക്കുവാൻ നോക്കിയിരുന്നത് അവരാണെന്ന് നശിച്ചു പോയിരിക്കുന്നത്. മനുഷ്യന് സ്വയം ജയിക്കുവാൻ കഴിയുകയില്ല. പ്രിയമുള്ളവര്, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ കഴിയുകയുള്ളതാണ് യേശു പറഞ്ഞത്. ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു, എനിക്കുള്ളവരും ഈ ലോകത്തെ ജയിക്കും. ഈ ലോകം നമ്മെ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് വെറുതെയല്ല, നമ്മളെയും നമ്മുടെ തലമുറകളെയും നിത്യനാശത്തിലേക്ക് കൊണ്ട് എത്തിച്ച് നമ്മളെ നശിപ്പിച്ചു കളയുവാൻ. എന്നാൽ ആ അവസ്ഥയിൽ നിന്നൊക്കെയും നമ്മുടെ വിദ്യാഭ്യാസത്തിനോ നമ്മുടെ സ്ഥാനമാനങ്ങൾക്കോ നമ്മുടെ സമ്പത്തിനോ സ്വയം രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. അതിനുവേണ്ടിയാണ് കാൽവരിയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ യേശു ക്രൂശിക്കപ്പെട്ടത്. അത് നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതാണ് 2 കള്ളന്മാരിൽ ഒരു കള്ളൻ, അവന് ബോധ്യമായി എനിക്കിനി ഇവിടെ നിന്ന് ജീവനോടെ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ഗുൽഗോഥ എന്ന് പറയുന്ന കാൽവരിയിലെ ക്രൂശിൽ ആര് തറയ്ക്കുന്നുവോ അവർക്ക് മരണമല്ലാതെ മറ്റു യാതൊരു അവസാനവും. ആ കള്ളനും മരിച്ചു പോകും. അവന്റെ ജീവിതത്തിൽ അതുവരെ അവൻ ഒരു നല്ല പ്രവൃത്തിയും ചെയ്തിട്ടില്ല. അവൻ ഇരുട്ടിന്റെ പ്രവൃത്തികൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്.
അവൻ യേശു ആരാണെന്ന് മനസ്സിലായപ്പോൾ യേശുവിനോട് പറഞ്ഞത്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്നെ കൂടി ഓർത്തുകൊള്ളണമേ എന്ന്. യേശു അവന് കൊടുത്ത മറുപടി, അടുത്ത ആഴ്ചയിലല്ലെങ്കിൽ 2029 നിന്നെ ഞാൻ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാം എന്നല്ല, നീ ഇപ്പോൾ തന്നെ എന്നോടുകൂടെ പരദീസയിൽ ആയിരിക്കും എന്നാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു ഏറ്റുപറച്ചിലിന്റെ സമയമാണിപ്പോൾ നാം ജീവിച്ചിരിക്കുന്ന. ഏറിയാൽ 70 അല്ലെങ്കിൽ 80 എന്ന ഈ ചെറിയ കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നാം ഒന്ന് ഏറ്റുപറയുന്നുവെങ്കിൽ ഈ കള്ളന്റെ അവസ്ഥ തന്നെയാണ് പ്രിയമുള്ളവരിൽ നമുക്കും ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ തന്നെ നീ എന്നോട് കൂടെ പരദീസയിൽ ആയിരിക്കും. ദൈവം സ്നേഹസമ്പന്നനാണ്, ദൈവം ക്ഷമാശീലനാണ്. നമ്മളുടെ എല്ലാ തെറ്റുകളും കർത്താവ് ക്ഷമിക്കും. നമ്മുടെ എല്ലാ പാപങ്ങളും കഴുകി കളയുവാനാണ് കാൽവരിയിൽ താൻ യാഗമായി തീർന്നത്. പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്, മനുഷ്യന്റെ പാപങ്ങൾ തീർക്കുവാൻ വേണ്ടി മൃഗങ്ങളെ യാഗം കഴിപ്പിക്കുമായിരുന്നു. മൃഗങ്ങളെ യാഗം കഴിച്ച് അവരുടെ രക്തം ദേഹത്ത് തളിക്കുമ്പോൾ മനുഷ്യന്റെ പാപം നീങ്ങിപ്പോയി എന്നായിരുന്നുവെങ്കിൽ, ഇപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സകല ആത്മാക്കളുടെയും രക്ഷയ്ക്ക് വേണ്ടി ഏകയാഗം കാൽവരിയിലെ ക്രൂശിൽ എന്നേക്കുമായി യേശു സമർപ്പിച്ചിരിക്കുന്നു. തന്നെ സകല മനുഷ്യർക്കും വേണ്ടി യാഗമായി അർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വിശ്വാസം റോമാലേഖനം 10-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്ന മനുഷ്യൻ രക്ഷിക്കപ്പെട്ടു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഈ ലോകത്തെ ജയിക്കുവാനുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ദൈവം നമുക്ക് നൽകും. ആ ശക്തി ശരിയേത് തെറ്റേത്, വെളിച്ചമേതാണ് ഇരട്ടേതാണ് എന്നുള്ള തിരിച്ചറിവ് മനുഷ്യർക്ക് നൽകും. അവരെന്നാൽ അപ്പോൾ മുതൽ പ്രത്യാശയുള്ള ജീവിതം അവർ നയിക്കും. ഇന്നലെ വരെ പ്രത്യാശയില്ലാത്തവരായിരുന്നു എങ്കിൽ, പ്രിയമുള്ളവരെ, യേശു നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, യേശുവിനായി നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് വസിക്കുവാൻ നാം അവസരം കൊടുക്കുമ്പോൾ നമുക്ക് പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ കഴിയും. ആ പ്രത്യാശയാണ് നിത്യത. അവിടേക്കാണ് യേശു കരയേറി പോയിരിക്കുന്നത്, പിതാവിന്റെ അടുത്ത് സ്ഥലം ഒരുക്കുവാൻ. ആ സ്ഥലം നമുക്കുള്ളതാണ്. നാം അവിടെ പ്രവേശിക്കേണ്ടവരാണ്. നാം പാപികളല്ല. നാം പാപം ചെയ്തുമില്ലെങ്കിൽ ആദിപിതാവ് പാപം ചെയ്തിരിക്കുന്നു. ആ പാപം മനുഷ്യവർഗത്തെ മുഴുവൻ, അവരുടെ ആത്മാവിനെ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. നാം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് മരിക്കുമ്പോൾ നമ്മളുടെ ഈ ഭൗതികമായ ശരീരം മാത്രമാണ് ഈ മണ്ണിനോട് ചേർന്ന് പോകുന്നത്. എന്നാൽ നമ്മുടെ ആത്മാവിന് മരണമില്ല, അവസാനമില്ല. അത് ദൈവമാണ് അതിന്റെ ഉടമസ്ഥൻ. അന്ന് ദൈവം ന്യായം വിധിക്കുമ്പോൾ യേശുവിനെ സ്വീകരിക്കാത്ത സകല മനുഷ്യരെയും ന്യായം വിധിക്കുന്നു എന്ന് തിരുവചനത്ത് പഠിപ്പിക്കുന്നുണ്ട്. ആയതിനാൽ നമ്മുടെ ജീവിതം സമ്പൂർണ്ണമാകണം. ദൈവത്തിന്റെ അനുഗ്രഹം നമുക്ക് മാത്രമല്ല തലമുറകൾക്കും അനുഭവിക്കുവാൻ കഴിയട്ടെ. ദൈവമായ കർത്താവിന്റെ സ്നേഹം, സമാധാനം, സന്തോഷം അത് സകല മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ ആയിരിക്കട്ടെ. അതവർക്ക് വലിയ അനുഗ്രഹം ആയിത്തീരട്ടെ. പ്രത്യാശയുള്ളവരായി ജീവിക്കുവാൻ ഇടയായി തീരട്ടെ. ഇവിടെ ആയിരിക്കുന്ന വ്യാപാരം ചെയ്യുന്ന എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ്. വാഹനം ഓടിക്കുന്ന ഓരോ വ്യക്തികളെയും കർത്താവ് കാത്തുപരിപാലിക്കണം. അവരെയും കർത്താവിനെ നീ അനുഗ്രഹിക്കണം. അവരുടെ ആവശ്യങ്ങളുടെ മേലൊക്കെയും അവർ നിരാശരായി ഒരിക്കലും ആകുവാൻ ദൈവം ഇടയാക്കരുതേ എന്ന പ്രാർത്ഥനയോടെ രോഗത്താൽ ഭാരപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കർത്താവായ യേശു സൗഖ്യം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.